ജയസൂര്യയുടെ കത്തനാർ എപ്പോൾ വരും? ഈ ചോദ്യം കേൾക്കാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല. കാരണം ഈ ഒരു സിനിമയുടെ അപ്ഡേറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. കാരണം ജയസൂര്യയുടെ കുറേ നാൾക്ക് ശേഷം ഒരു സോളോ മൂവി എന്ന് പറയാൻ പറ്റുന്ന മൂവിയാണ്. ജയസൂര്യ ഒരുപാട് വർഷം ഇതിന് വേണ്ടിയിട്ട് ചിലവിട്ടുള്ള മൂവിയാണ്. പക്ഷേ ഞാനിന്ന് പറയാനുള്ള കത്തനാരെ പറ്റിയല്ല. ഞാൻ ഇന്ന് യൂട്യൂബ് നോക്കിയപ്പോഴത്തേക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ടീസർ കണ്ടു. അതായത് ഞാൻ ഈ സിനിമയുടെ ഒരു അപ്ഡേറ്റ്സും എവിടെയും കേട്ടിട്ടില്ലായിരുന്നു. ജയസൂര്യയുടെ ഒരു പുതിയ മൂവിയാണ്, ഓപ്പറേഷൻ ട്രാൽ എന്നാണ് സിനിമയുടെ പേര്. ടീസർ എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു പക്ക റോ ആക്ഷൻ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊരു ടൈപ്പ് മൂവി ആയിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. ജയസൂര്യ ഒരു പോലീസ് ഓഫീസറിൽ ഒരു ഏജന്റ് അങ്ങനെ എന്തോ സംഭവം. ടീസറിലെ പ്ലോട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ കാശ്മീരിൽ ത്രാലി നടക്കുന്ന കുറേ ഭീകരവാദ പ്രവർത്തനത്തിൽ അവിടുത്തെ ആർമിക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അതിനെതിരെ ആക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഏജന്റായിട്ട് ജയസൂര്യ അവിടെ വരികയാണ്. ആ ഒരു രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കാണുമ്പോൾ. മുംബൈ പോലീസിലും പിന്നെ ജോൺ ലൂതറിലൊക്കെ ചെയ്ത ആ ഒരു സെയിം ലുക്കും വൈബൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ജയസൂര്യയുടെ ക്യാരക്ടറിൽ നിന്നും. ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സംവിധാനം തന്നെയാണ്. അതായത് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ രതീഷ് വേഗയിലെ പുള്ളിയാണ് ഇത് സംവിധാനം ചെയ്തേക്കുന്നത്. പക്ഷേ പുള്ളിയുടെ ഫസ്റ്റ് ഡയറക്ടോറിയലും കണ്ടാണ് ഈ സിനിമ. പക്ഷേ ഈ ടീസർ കാണുമ്പോൾ നല്ല അത്യാവശ്യം ഡീസൻറ്റ് മേക്കിംഗ് ആണ്, നമുക്കങ്ങനെ തോന്നത്തില്ല. ടീസറിലെ മ്യൂസിക്കും ബീജും എല്ലാം പക്കയായിട്ട് എനിക്ക് വർക്ക് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വിജയ് ബാബു, രാഹുൽ മാധവ് അങ്ങനെ കുറച്ച് നല്ല താരനിരകളുള്ള സിനിമയാണ്. ടീസർ കണ്ടില്ല ഇപ്പോൾ തന്നെ പോയി യൂട്യൂബിൽ കണ്ടു നോക്കുക. ലിങ്ക് വേണ്ടവർ താഴെ ലിങ്ക് കമൻറ്റ് ചെയ്തിട്ടുള്ളൂ, ഞാൻ DM ചെയ്തു തരാം. ഇതുപോലത്തെ സിനിമ അപ്ഡേറ്റ്സിനായിട്ട് എൻ്റെ ചാനലൊന്നും ഫോളോ ചെയ്യുക. അപ്പോൾ നാളെ കാണാം. ബൈ.